يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, രഹസ്യ പരസ്യ ജീവിതം സംശുദ്ധമാക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മരണം വരെ റബ്ബിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം പുൽകുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ടവരായി മരിച്ചു പിരിയാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ പലരെയും അള്ളാഹു ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ആ കൊണ്ടുപോയ മുഴുവൻ ആളുകളുടെയും ഖബറിടം അള്ളാഹു സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നടക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയം മക്കൾ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം എന്നതായിരുന്നു നമ്മുടെ വിഷയം. ഏറ്റവും വലിയ പുണ്യം അനുസരണമാണ്. മാതാപിതാക്കളെ അനുസരിക്കുക. മാതാപിതാക്കളോട് മാത്രമല്ല, അനുസരിക്കുന്ന ഭാര്യ, അനുസരിക്കുന്ന മക്കൾ, അനുസരിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാം തൃപ്തിപ്പെട്ടവരാണ്. അനുസരണം വലിയൊരു പുണ്യകർമ്മമാണ്. എന്നാൽ ഈ അനുസരണമുള്ളവരായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജനിച്ച മുഴുവൻ മക്കളും ജനിപ്പിച്ചിട്ടുള്ളത്. മോശക്കാരായൊരു മക്കളെയും അള്ളാഹു ഭൂമിയിൽ ജനിപ്പിച്ചിട്ടില്ല. മോശക്കാരാക്കുന്നത് മാതാപിതാക്കളാണ്. മക്കളെ കേടുവരുത്തുന്നവരാരാണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുട്ടികളും ജനിച്ചു വീഴുന്നത് പരിശുദ്ധതയുടെ മടിത്തട്ടിലേക്കാണ്. അവർ ഒരു കൊള്ളരുതായ്മയുമുള്ളവരല്ല, അവർ ലഹരിക്കടിമപ്പെട്ടവരല്ല. ജനിച്ചു വീഴുന്നൊരു കുഞ്ഞ് ഒരിക്കലും ഭീകരവാദിയല്ല, തീവ്രവാദിയല്ല, മദ്യപാനത്തിനോ ലഹരിക്കോ അടിമപ്പെട്ടവനല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിലക്കുള്ള വൃത്തികേട് ചെയ്യുന്നവനല്ല. അതുകൊണ്ട് അവൻ പരിശുദ്ധയുടെ മടിത്തട്ടിലേക്കാണ് ജനിച്ചു വീഴുന്നത്. എന്നാൽ റസൂലുള്ള പറയാം, അബവാഹു, അവൻ്റെ മാതാപിതാക്കളാണ് യുഹവ്വിദാനി, അവനെ യഹൂദിയാക്കുന്നത്, ഔ യുനസ്സിറാനി, അല്ലെങ്കിൽ അവനെ നസ്രാനിയാക്കുന്നത്, ഔ യുമജ്ജിസാനി, അല്ലെങ്കിൽ അവനെ അഗ്നി ആരാധനാക്കുന്നത്. ഈ മാതാപിതാക്കൾ ഏത് തരം ആദർശമാണോ സ്വീകരിച്ചതാണ് മക്കൾ. നല്ല ശിർക്കുള്ള മാതാപിതാക്കൾ, അവരുടെ മക്കൾ മഹാഭൂരിപക്ഷവും ശിർക്കിലാണ്ടാകുക. ബിദ്അത്തുള്ള മാതാപിതാക്കൾ, മഹാഭൂരിപക്ഷം മക്കളും ബിദ്അത്തുള്ളവരായിരിക്കും. മുവഹിദുകളായ മാതാപിതാക്കൾക്ക് ഭൂരിപക്ഷവും മുവഹിദുകളായ മക്കളെ കിട്ടുക. അപ്പം മാതാപിതാക്കളാണ് മക്കളെ കേടുവരുത്തുന്നത്, അവരെ ഭൗതികന്മാരാക്കുന്നത്, അവരെ തമ്മാടികളാക്കുന്നതിലൊക്കെ വലിയൊരു പങ്ക് മാതാപിതാക്കൾക്കുണ്ട്. നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സന്ദേശം അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ചില നിയമങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, മക്കൾ നന്നാവണമെങ്കിൽ മാതാപിതാക്കൾ മാതൃകായോഗ്യരാവണം. 1. 2, മാതാപിതാക്കൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം, എനിക്ക് നല്ല മക്കൾ വേണമെന്നാണ്. അല്ലാണ്ട് നമ്മൾ വിവാഹം കഴിക്കുന്നത് മക്കളെ നല്ല കിട്ടാനല്ല. താൽക്കാലികമായി നമ്മളുടെ വികാര പൂർത്തീകരണം മാത്രമാണ് സാധാരണ മനുഷ്യന്മാർ വിവാഹത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. അത്തരം ലക്ഷ്യങ്ങളിൽ വിവാഹം കഴിക്കുന്ന ആളുകൾ സ്വാഭാവികമായും ഭീകരവാദികളായ മക്കളെയും തീവ്രവാദികളായ മക്കളെയും തെമ്മാടികളായ മക്കളെയും ഒക്കെ ഭൂമിക്ക് സമ്മാനമായി നൽകും. നേരെ മറിച്ച് ഷെയ്ഖ് അബ്ദുർ റസാഖ് അദ്ദേഹം പറഞ്ഞു, ഇഖ്തിയാറു സൗജത്ത് സാലിഹ,
നല്ല മക്കൾ ജനിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഇഖ്തിയാറു സൗജത്തി സാലിയ, നല്ല പെണ്ണിനെ വിവാഹം കഴിക്കണം. അള്ളാഹനെ ഭയപ്പെടുന്ന, അള്ളാഹനെ മനസ്സിലാക്കിയ, ദീനുള്ള, അള്ളാഹിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്ന, ഭൗതികതയെ പരിപൂർണമായും താലോലിക്കാത്ത നല്ല സാലിഹത്തായൊരു പെണ്ണിനെ തിരഞ്ഞെടുക്കാനുള്ള, നല്ല മക്കൾ ജനിക്കാനുള്ള ആദ്യത്തെ പണി. മക്കൾ ജനിച്ചതിൻ്റെ ശേഷമല്ല, ജനിക്കുന്നതിന് മുമ്പ്. അതുകൊണ്ട് റസൂല പറഞ്ഞത് തഹയ്യറൂലി നുത്തുഫിക്കും, നിങ്ങളുടെ ഇന്ദ്രിയം എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഒരു പെണ്ണ് കിട്ടിയാൽ പോരാ, ആ പെണ്ണുമായി നിങ്ങൾക്ക് ലൈംഗിക ബന്ധം പുലർത്താം, പക്ഷെ അതിൽ ജനിക്കുന്ന കുട്ടികൾ നന്നാവണമെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കണം. പക്ഷെ നമുക്ക് തിരഞ്ഞെടുക്കാൻ നേരം ഉണ്ടാവില്ല. ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് മാതാപിതാക്കൾ തിരയുന്നതോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കൾ തിരയുന്നത് 90% ദീനുള്ള മക്കളല്ല. തിരയുന്നത് മുഴുവനും ഒന്നുകിൽ സമ്പത്തുള്ളത്, നല്ല പൈസ ഉണ്ടാവണം. നല്ല പൈസ ഉണ്ടായ എന്താ, എനിക്ക് നയിക്കാണ്ട് തന്ന. അല്ലെങ്കിലോ വേറൊരു വിഭാഗം ആളുകൾ തിരയ തറവാടിത്താണ്. തറവാടിത്തം കൊണ്ട് ദീനാണ് ഉദ്ദേശിക്കുന്നെങ്കിലൊക്കെ, ഒരു മാളിയ വീടും വലിയൊരു പഠിപ്പുരമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി. പിന്നെ ജനിക്കുന്ന മക്കളൊക്കെ ആ ടൈപ്പിലുണ്ടാകുക. അപ്പം വിവാഹത്തിന് തിരഞ്ഞെടുക്കുന്ന വിത്ത് ഗുണം 10 ഗുണമാണ്. അത് തിരഞ്ഞെടുക്കുന്നോട്ടാണ് പാളി പോകാൻ നടക്കേണ്ടത്. തിരഞ്ഞെടുത്ത് കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് വരും, അപ്പോഴേക്കും മക്കളും ആവും. പിന്നെ ആ മക്കൾ മടുപ്പിൽ ഉണ്ടായ മാതാപിതാക്കൾക്ക് ജനിച്ച മക്കളാണ്, ആഗ്രഹിച്ചുണ്ടായതല്ല. ചക്കക്കെറിഞ്ഞു മാങ്ങ അടക്ക വീണു അറിയല്ലേ, അതുപോലെ ഉണ്ടായിപ്പോയതാണ്. എറിഞ്ഞ് ചക്കക്കാൻ, കൊണ്ടത് മാങ്ങക്കാൻ, വീണത് അടക്കേ. അങ്ങനെ കുട്ടികളുണ്ടായി. ഈ കുട്ടികൾ സ്വാഭാവികമായും ഇവിടുത്തെ ഭീകരവാദികളും തമ്മാടികളും താന്തോന്നികളും ലഹരിക്കടിമപ്പെട്ടവരൊക്കെ ആവും, സംശയിക്കേണ്ട. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തഹയ്യറൂലി നുത്ഫിക്കും, നിങ്ങൾ നിങ്ങളുടെ നുത്ഫത്ത് ഇന്ദ്രിയത്തുള്ളി എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനമെടുത്ത് തിരഞ്ഞെടുക്കണം. അപ്പം എന്താ തിരഞ്ഞെടുക്കുമ്പോൾ കൊടുക്കേണ്ട പ്രാധാന്യം? ഫൽഫർ ബിദാത്തി ദീൻ, മതബോധമുള്ള പെണ്ണിനെയും കുടുംബത്തെയും തിരയണം. മനസ്സിലായോ? അള്ളാഹനെ മനസ്സിലാക്കിയ കുടുംബം, അല്ലാണ്ട് ഹജ്ജിന് പോയ ഉംറക്ക് പോയ കുടുംബം എന്നല്ല. അതൊക്കെ ഇവിടെ എല്ലാവരും പോകണമല്ല, പക്ഷെ അള്ളാഹനെ മനസ്സിലാക്കി പോവല്ല. താനൊരു ഹാജിയാണെന്നോ അല്ലെങ്കിൽ ഞാൻ എല്ലാ വർഷവും റമളാനിന് ഉംറക്ക് പോണ വ്യക്തിയാണെന്നോ നാട്ടുകാരെയോ കുടുംബത്തെയോ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അറിയിക്കാൻ വേണ്ടിയാണ്. അള്ളാഹനെ മനസ്സിലാക്കിയ കൽബുണ്ടാവണം, അപ്പോഴേ ആ ദീനുണ്ടാവുള്ളൂ. എന്നിട്ട് റസൂല പറഞ്ഞ വാക്കെന്താ അറിയോ? നീ ദീനുള്ളൊരു പെണ്ണെ വിവാഹം കഴിച്ചാൽ തെരിബത്ത് യഥാക്, നിന്റെ കൈ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിന്റെ കൈകൾ മണ്ണിൽ പൊതിയേണ്ടി വന്നാലും നിനക്ക് നല്ലത് ദീനുള്ള പെണ്ണാണ്. തറവാടിത്തമോ സമ്പത്തിനോ അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ വേറൊരു വിഭാഗം ആളുകൾ വലിയ ജമാലിഹ, ഭയങ്കര സൗന്ദര്യം വേണം. ചെറുപ്പക്കാരിൽ 90% ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നത് വെളുത്ത പെണ്ണുമാണെന്നാണ്. അതും തെറ്റിപ്പോയ അപകടകാരിയാണ്. കാരണം വെളുത്ത പെണ്ണുകൾ പൊതുവെ അഹങ്കാരികളായിരിക്കും. സൗന്ദര്യം കൂടുതലാണോ എങ്കിൽ ആണായാലും പെണ്ണായാലും കുറച്ചൊരു കിബറുള്ളിൽ ഉണ്ടാവും. വേണ്ടാന്ന് വിചാരിച്ചാലും വരും, ഇല്ലേ? പലപ്പോഴും സൗന്ദര്യവതികളായ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാർക്ക് മുത്തിയത്തായിരിക്കില്ല, അനുസരണമുള്ളവളായിരിക്കില്ല. കുറച്ച് പ്രയാസമാണ്, അതായി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അത്രമാത്രം ദീന് വേണം. സൗന്ദര്യമുണ്ടായി എന്നുള്ളത് തെറ്റല്ല, പക്ഷെ സൗന്ദര്യമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ അതേ കഴിക്കുമെന്ന് പറഞ്ഞ് നടന്നാൽ ഓനക്ക് കിട്ടുന്ന മക്കൾ, സാധാരണ ഇത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മക്കൾ ഉണ്ടാവുമല്ലോ, ആ മക്കൾ ഈ നാട്ടിൻ്റെ ഭാരമായി മാറും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് റസൂല പറഞ്ഞത് സലാസത്തു മിന സആദ, 3 കാര്യം ഒരു മനുഷ്യന് കിട്ടുക എന്നുള്ളത് സൗഭാഗ്യമാണ്. 3 കാര്യം. അതിലൊന്ന് റസൂൽ എണ്ണിയത് അൽ മർഅത്തു സാലിഹ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, വിശുദ്ധ ഖുർആനും തിരു സുന്നത്തും എന്ത് പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പെണ്ണ്, അവർ വല്ലാത്ത കിട്ടില്ല. രണ്ടാമത്തത് ഭാഗ്യത്തിൽപ്പെട്ട രണ്ടാമത്തെ കാര്യം, നല്ലൊരു പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം വദ്ദാബത്തു തെക്കൂന് ഒത്തിയ, സഞ്ചാരത്തിന് പറ്റാവുന്ന ബുദ്ധിമുട്ടുണ്ടാക്കാത്തൊരു വാഹനം, അതൊരു സൗഭാഗ്യമാണ്. റസൂല പറയാ. മൂന്നാമത്തതോ വദ്ദാറു വാസ്യ, ഈ കുടുംബം ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം വിശാലമായ, അതൊരു വലിയ ഭാഗ്യമാണ്. ഇപ്പോഴൊക്കെ സിംഗിൾ ഫാമിലിയാണല്ലോ. കല്യാണം കഴിഞ്ഞ് പിറ്റത്തെ മാസം മുതൽ പറയും
നമുക്ക് ഇവിടുന്ന് പോകണം, നിങ്ങളെ അമ്മൻ്റെ കൂടെ എനിക്ക് നിൽക്കാൻ കഴിയില്ല, നിങ്ങളെ പെങ്ങളെ കൂടെ നിൽക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ്? നിൽക്കാൻ കഴിയാത്ത എന്താ? ദീനില്ലാത്ത കുടുംബമാണ്. അപ്പം നിൽക്കാൻ കഴിയില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? സമാധാനത്തിന് വേണ്ടി ഒരു തൽക്കാലം വാടക വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തമായി ചെറിയൊരു വീട് വാങ്ങി അങ്ങോട്ട് മാറും. അപ്പോഴോ നിങ്ങളുടെ ഫാമിലി കണക്ഷനൊക്കെ കട്ടായി അല്ലേ? ഉണ്ടായില്ലേ? നിങ്ങൾ പറഞ്ഞു തരുന്നുണ്ടോ? വളരെ മനോഹരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് റസൂല പറഞ്ഞ ഒന്നാമത്തെ സൗഭാഗ്യം എന്താ? മറയത്തു സാലിയ, നല്ലൊരു പെണ്ണ് കിട്ടാനുള്ള. അതിനെന്ത് വേണം? ദീനുള്ള പെണ്ണുങ്ങൾ തരയണം കേട്ടോ. റസൂല പറയാണ്, മൻ റസഖഹുല്ലാഹു ഇംറാത്തൻ സാലിയ, അള്ളാഹു ഒരു മനുഷ്യന് സാലിയ ഒരു നല്ലൊരു പെണ്ണ് അള്ളാഹു നൽകിയാൽ ഫഖദ് ആനഹു അലാ ശത്രി ദീനി, അവൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പകുതി ഭാഗവും നേടിക്കഴിഞ്ഞു, അവന് സഹായം കിട്ടിക്കഴിഞ്ഞു. അതാണ് പകുതി ഭാഗം. പകുതി ഭാഗം നല്ലൊരു പെണ്ണ് കിട്ടാനുള്ള. അതോടുകൂടി ഓൻ്റെ ബാധ്യതയിൽ പകുതി ഭാഗം കഴിഞ്ഞു ദീനിൻ്റെ. ഫൽ യത്തക്കില്ല ഫി ശത്രി സാനി, രണ്ടാമത്തെ ഭാഗം ഓനൊന്നും തഖ്വയോട് ജീവിച്ചാൽ മതി. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തനുസരിച്ച് ജീവിക്കുന്ന ഒന്ന് പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ മതി. പകുതി കിട്ടിക്കഴിഞ്ഞ് കല്യാണത്തോട്ട് നമ്മൾ ദീന് പകുതി കിട്ടിയെന്നാ ഭാര്യ കല്യാണം കഴിക്കുമ്പോൾ വിചാരിക്കല് അല്ല. നമ്മൾ ദീന് കിട്ടിയെന്നല്ല അറിയാം. എനിക്ക് ഭോഗിക്കാനൊരു പെണ്ണ്, സുഖിക്കാനൊരു പെണ്ണ്, എനിക്ക് കൊണ്ടു നടക്കാനൊരു പെണ്ണ് അല്ലേ? വണ്ടിൻ്റെ ബാഗ് കയറ്റി നാട്ടുകാരെ മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിൽ എന്താ പെരുമ്പാമ്പ് പിടിച്ച മാതിരിയാണ് ഭാര്യയും ഭർത്താവും കൂടി വണ്ടിയോ പോവുക. ഇപ്പം പറയും വേണ്ട, ഇപ്പം ഒരു മൊബൈലും കൂടി കിട്ടിയപ്പോൾ, ആ മൊബൈലും ഒരു പാൻറ്റും ഒരു ടീഷർട്ടും കൂടി കിട്ടിയപ്പോൾ റോഡ് മുഴുവൻ ഇവരാണ്, ഈ പെൺകുട്ടികളാണ്. നമ്മളെ പെൺകുട്ടികളാണ്, പുറത്തുള്ളതൊന്നുമല്ല. വാഹനം വരുന്നുണ്ടെന്ന് നോക്കാറില്ല, സ്കൂട്ടർ ഓണടിച്ചാൽ ശ്രദ്ധിക്കാറില്ല, കാരണം അതിൻ്റെ ആവശ്യം ഒരിക്കില്ല. നിങ്ങൾ വേണേ എടുത്തോ, തട്ടിച്ചാൽ തട്ടിച്ചോ, വിരോധമല്ല. ഭയങ്കര ധൈര്യമാണ്. ഇപ്പോൾ ഒന്നിനും ഒരു സംസ്കാരമില്ലല്ലോ, ഉണ്ടോ? ഇതിൻ്റെ കാരണക്കാരാ? മാതാപിതാക്കളാ, മക്കളല്ല. മക്കളിൽ ഏറ്റവും വലിയ പ്രതികരണം ഉണ്ടാക്കിയത് മാതാപിതാക്കളാണ്. മക്കൾ സ്വാഭാവികമായും നന്നാവാൻ വിചാരിച്ചാൽ കഴിയൂല. കാരണം എന്താ? നമ്മളാരും അതിന് ആഗ്രഹിച്ചില്ല. നല്ല മക്കൾ, ഈ സമൂഹത്തിന് ഉപകാരപ്രദമായൊരു മക്കൾ നമുക്ക് ഉണ്ടാവണം, നമ്മൾ ആഗ്രഹിച്ചില്ല. നമ്മൾ കല്യാണം എങ്ങനെ അടിച്ചു പൊളിക്കാൻ കഴിയും? കല്യാണത്തിന് എന്താ അതാലോചിക്കുക. ആർക്കൊക്കെ എന്തെല്ലാം ഫുഡ് കൊടുക്കാൻ കഴിയും അല്ലേ? നിന്റെ കല്യാണം നാട്ടിൽ ആരും നടത്താത്ത വിധം ഉള്ള കല്യാണമായിരിക്കണം. ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയ കല്യാണമായിരിക്കണം. ലോകത്തുള്ള എല്ലാ മഹാന്മാരും എല്ലാ പ്രധാനികളും എല്ലാ സുപ്രധാനികളും എൻ്റെ കല്യാണത്തിന് ഉണ്ടാവണം. വില പിടിച്ച വാഹനങ്ങൾ കൊണ്ട് എൻ്റെ കല്യാണ പരിസരം നിറയണം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലേ? ഏത് ഇട്ടാഞ്ഞോനും ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നത്. എൻ്റെ മോളെ കല്യാണത്തിന് പാവപ്പെട്ടവനൊന്നും ആരും വരണ്ട. ഏകദേശം ഒരു വലിയ വലിയ വിലയുള്ള വാഹനമുള്ള ആൾക്കാർ വന്നാൽ മതി അല്ലേ? അല്ലെങ്കിൽ ഇനി രാഷ്ട്രീയക്കാരാണെങ്കിൽ കുടിവെച്ച കാറിൽ വരണം. ഇതൊക്കെ എൻ്റെ ആഗ്രഹം. അല്ലാണ്ട് എൻ്റെ മക്കളോ എൻ്റെ കുടുംബമോ അവർക്ക് ജനിക്കുന്ന മക്കളോ അവർ നമുക്ക് കുടുംബത്തിനും സമാധാനം ഉണ്ടാക്കണം, അതൊന്നും നമ്മൾ ചിന്തിക്കില്ല. ഇപ്പോഴും ഇല്ല, ഉണ്ടോ? ആരാപ്പാ ചിന്തിക്കരുത്. ഇനി ഇപ്പം പുതിയത് കല്യാണം കഴിക്കണമല്ലോ, ആലോചിച്ചോളി. നല്ല മക്കൾ പിറക്കണമെങ്കിൽ നല്ല സാലിഹത്തായ പെണ്ണ് തിരയണം കേട്ടോ. എന്ന് മാത്രമല്ല, കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ചിലരൊക്കെ മുമ്പേ പ്രാർത്ഥിക്കും. എന്ത്? ഖുർആൻ അങ്ങനെ പറഞ്ഞത്. മുമ്പേ കല്യാണം കഴിക്കാൻ ഏകദേശം സമയമായാൽ പ്രാർത്ഥന ആരംഭിച്ചു. എന്താ പ്രാർത്ഥന? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എന്താ പ്രാർത്ഥന? വല്ലദീന യഖൂലൂൻ, അവർ പ്രാർത്ഥിക്കുകയാണ് വിവാഹത്തിന് മുമ്പ് തന്നെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ, പടച്ചോനെ കണ്ണിന് കുളിർമയുള്ള, അതായത് ദീനനുസരിച്ച് ജീവിക്കുന്ന, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിക്കുന്ന ഒരു ഭാര്യ, അതിൽ ജനിക്കുന്ന മക്കളും അതുപോലെ, അങ്ങനെ നീ എനിക്ക് നൽകണേ റബ്ബേ. ഉണ്ടോ? കല്യാണം കഴിക്കുന്ന മുമ്പാ. നമ്മൾ കല്യാണം കഴിച്ചതിന് ശേഷം ദ്വാരക്കില്ല. നമ്മൾക്ക് കല്യാണം കഴിച്ചതിന് ശേഷം ദ്വാരക്കണ പണിയല്ലല്ലോ, നമ്മളെ പണി വേറെ അല്ലേ? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത അയ്യുൻ. ഖുർറത അയ്യുൻ എന്ന് പറഞ്ഞാൽ കണ്ണിന് കുളിർമ. കണ്ണിന് കുളിർമ നമുക്ക് എപ്പോഴുണ്ടാകുക? മക്കൾക്ക് ദീൻ ഉണ്ടാകുമ്പോഴാണ്? അല്ല, മക്കൾക്ക് ദീൻ ഉണ്ടാകുമ്പോൾ ചില രക്ഷിതാക്കൾക്കൊന്നും ഒരു കുളിർമ ഉണ്ടാവില്ല. മക്കൾ നല്ല സുന്ദരികളും ഉണ്ടക്കണ്ണികളും തുടുത്ത കവിളും ചുവന്ന ചുണ്ടും നല്ല മാറിടവും നിതംബവുമൊക്കെയായി നടക്കുന്ന മക്കൾ നടന്നു പോകുമ്പോൾ മാതാപിതാക്കൾക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ മോളാണത്, കെട്ടിക്കാനായി വരികയാണ്,
വിവാഹ കമ്പോളത്തിലെ നല്ലൊരു ചരക്കാണ് എൻ്റെ മോള്, അല്ലേ? അങ്ങനെ പറഞ്ഞോളുണ്ട്. അതിനെങ്ങനെ ഒരുക്കി നടക്കുക. കല്യാണപ്രായമായാൽ പിന്നെ ആ നിലക്കാ കൊണ്ടു നടക്കുക. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കും. ഇനി കല്യാണമൊക്കെ ആയി തുടങ്ങി, ഇനിയിപ്പോൾ നമ്മൾ പർദ്ദയും ഇതൊന്നും ഉണ്ടണ്ട, ഒരു മക്കനിയും ഉണ്ടണ്ട. ഇനി ഇതൊക്കെ കഴിച്ചിട്ട് ഏകദേശം ചെറുപ്പക്കാർ ഇതുപോലെ കണ്ടിട്ട് ഈ പൈക്കുട്ടിനെ വാങ്ങാൻ ആരെയും വരുമോ നോക്കണം. അതാ രക്ഷിതാവിൻ്റെ ചിന്ത, അല്ലേ? ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ചിലപ്പോൾ കനുണ്ടാവും. അതെന്തുകൊണ്ടാ അറിയോ? നിങ്ങളെ കൽബ് തട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് കുറേ കുത്തുപാടത്തിയൊന്നും കാര്യമില്ല. അത് ഞാൻ ക്ഷീണിക്കുന്നല്ലാണ്ട് നിങ്ങൾ നന്നാവില്ല, ഞാൻ നന്നാവില്ല. നന്നാവണം എന്നുള്ള ചിന്ത ഉണ്ടാവണം. അതുകൊണ്ട് എന്താ വേണ്ടത്? മക്കൾ നന്നാവാൻ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. ഇപ്പം എന്താ പ്രാർത്ഥന നമ്മൾ കണ്ടു, അല്ലേ? എന്നാൽ പ്രവാചകന്മാരൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചവരാണ്. നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാർദ്ധക്യത്തിൻ്റെ ദശയിലേക്ക് 90 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു കുഞ്ഞിക്കാലില്ലാത്ത പ്രയാസം അനുഭവിച്ചത്. അപ്പം അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താ അറിയോ? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചവനെ സാലിഹായ ഒരു മകനെ തരണം. ഏതെങ്കിലും രക്ഷിതാവ് പ്രാർത്ഥിക്കുമോ? ഒരു സാലിയായ മോൻ നിങ്ങൾക്ക് വേണോ? വേണ്ടല്ലോ. സാലിയായ മോനും മോളി ആർക്കും വേണ്ട. നമുക്ക് ഏതാ വേണ്ടി? നന്നായി പഠിക്കുന്ന ഐക്യു, ഭയങ്കര ഐക്യമുള്ള മക്കളായിരിക്കും. ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ അപാരമായ കഴിവ്, അല്ലേ? എന്നിട്ട് അതിൽ അഹങ്കരിക്കുക. എൻ്റെ കുട്ടിക്ക് ആ അറിവുണ്ട്, ഈ അറിവുണ്ട്, അല്ലേ? ലോകം മുഴുവൻ കീഴടക്കാനുള്ള എല്ലാ കഴിവുള്ള മക്കൾ. ആരെങ്കിലും പ്രാർത്ഥിക്കുക, പടച്ചോനെ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ റബ്ബെ എനിക്ക് സാലിയായ മക്കൾ തന്നാറ് ഇല്ല, പറയില്ല, നമ്മൾ പറയലുമില്ല. ഇനി നമ്മളുടെ മക്കൾ ദീനിയായി നടക്കുകയാണെങ്കിൽ നമുക്ക് ഓനോട് മഫനാണ്, എന്താ എൻ്റെ മോൻ, അല്ലെ എൻ്റെ മോള്, അല്ലേ? നേരെ മറിച്ചോൾ നന്നായി ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ കൈകാര്യം ചെയ്യുമെങ്കിലോ ഐക്യു ഭയങ്കര. എന്നെപ്പോലല്ല എൻ്റെ മോള്, എൻ്റെ മോന് ഭയങ്കര കഴിവാണ്. എന്താ കഴിവ്? ഇപ്പം കാണിച്ചു തരുവാണ്. 2 കൊല്ലം കൊണ്ട് അവൾ കാണിച്ചു തരും. അവൾക്ക് കിട്ടിയ കഴിവെന്താന്ന് മനസ്സിലായി. അപ്പോഴും നിലവിളിച്ചിട്ട് കാര്യമില്ല. അപ്പം അതിൻ്റെ മുമ്പ് ആണ് നമ്മൾ പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചില്ല, പോട്ടെ. ഇനി കല്യാണം കഴിഞ്ഞ ശേഷമോ അവർക്ക് പ്രാർത്ഥിക്കാമല്ലോ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, സാലിഹായ സന്താനത്തെ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മക്കളെ. അതിലാണ് കണ്ണിന് കുളിർമണ്ടാവേണ്ടത്. നോക്കൂ നിങ്ങൾ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കും. പ്രവാചകന്മാരാ പ്രാർത്ഥിക്കുന്നത്. എന്താ പറയുക? റബ്ബി ഹബ്ലി ദുരിയത്തൻ തയ്യിബ, പടച്ചോനെ തയ്യിബത്തായ വിശുദ്ധയായ ഒരു കുട്ടിയെ എനിക്ക് തരണം. അത് പറഞ്ഞിട്ട് അദ്ദേഹം പറയാം, ഇന്നക്ക സമീഉദ്ദുആ, അല്ലാഹുവേ നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ, എൻ്റെ പ്രാർത്ഥന കേൾക്കണം. പ്രവാചകന്മാർ പ്രാർത്ഥിക്കുക. അപ്പം അതുമാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്താനം കൊടുത്തു. ഇബ്രാഹിം നബിക്ക് 90 വയസ്സിന് ശേഷം. അറിയാലോ അള്ളാഹു കൊടുത്ത സന്താനങ്ങളേതാ? മുസ്ലിങ്ങൾക്ക് ദീനറിയില്ല ഏതാ സന്താനം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇപ്പം ഇതിൽ നിന്ന് ഞാൻ ചോദ്യം ചോദിച്ചപ്പെട്ടാണ്ട് ഇറങ്ങി ചോദ്യം ചോദിക്കാണ്ടല്ലോ, ഇവിടെ നീച്ച് നിങ്ങൾ പായും. എനിക്കത് ചോദിക്കാൻ പോതില്ലായിട്ടല്ല, പക്ഷെ ഞാൻ ചോദിക്കൂല, ഖത്തീബായതുകൊണ്ട്. എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ വന്നാൽ ഞാൻ ചോദിക്കും, പഠിപ്പിക്കാൻ ചോദിക്കൂല കേട്ടോ. അപ്പം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത 2 മക്കൾ, ഒന്ന് ഇസ്ഹാഖും ഒന്ന് ഇസ്മായിൽ നബിയാണ്, അല്ലേ? ആ മക്കൾ അള്ളാഹ് കൊടുത്തതിന് ശേഷം അള്ളാഹുവിനോട് ഇബ്രാഹിം നബി പറയാം, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബർ, അള്ളാഹുവെ വാർദ്ധക്യത്തിലേക്ക് എത്തിയതിന് ശേഷം എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും തന്ന അള്ളാഹുവെ നിനക്കാണ് സ്തുതി കേട്ടോ. സുഹൃത്ത് ഇബ്രാഹിം എടുത്ത് മറിച്ച് നോക്കിയാൽ കാണാം. അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബർ ഇസ്മായിൽ വ ഇസ്ഹാഖ് ഇന്ന റബ്ബി ലസമീഉദ് ദുആ, എൻ്റെ റബ്ബേ നീ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. എത്രയോ കാലം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാ, അല്ലേ? ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും. ആ 2 കുഞ്ഞുങ്ങളെയും സാലിഹായ മക്കളായി അള്ളാഹ് കൊടുത്തു, 2 നബിമാർ. പിന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുക എന്താ? റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്, അള്ളാഹുവേ നിസ്കാരം നിലനിർത്തുന്നവൻ ആദ്യം എന്നാക്കണം, എന്നെ. എന്നിട്ടോ ഒമിൻ ദുരിയത്തി, എൻ്റെ മക്കളെയും. ആദ്യം മാതാപിതാക്കൾ നിസ്കരിക്കണം. മാതാപിതാക്കൾ ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കാരമൊന്നുമില്ല, മൊബൈലിൽ ഇങ്ങനെ കളിക്കുക. ചിലവരിപ്പോൾ എൻ്റെ റബ്ബെ മൊബൈലിൽ നോക്കിയിട്ടാണ് ചോറുണ്ടാക്കൽ, മൊബൈലിൽ നോക്കിയാൽ കൂട്ടാണ്ടാക്കുക. കാരണം നിങ്ങൾക്ക് രുചികരമായ ഭക്ഷണം മതി, നിങ്ങളെ ഭാര്യൻ്റെ സൽസ്വഭാവം നിങ്ങൾ പ്രതീക്ഷിക്കണില്ല. എല്ലാ ജാടകളും ലോകൈക ജാട മുഴുവൻ ഉണ്ടാവും മാപ്പിളാർക്ക്. മരിച്ചാൽ കാണാം അപ്പം 3 തുണി. എന്തിനാ അത്? ചാക്ക് കെട്ടിക്കണ്ട കൊണ്ടായാൽ പോരെ. ഇതിനൊക്കെ എന്തിനാ 3 തുണി? ഇതിനെന്താ കഫൻ തുണി? ഇതിനെന്താ സുജുവിൻ്റെ അവയവങ്ങളുടെ പഞ്ഞൊക്കെ ഉണ്ടോ? ഒന്നുമില്ല, അവിടെ കൊണ്ടുപോയി വെച്ചിട്ടാ പോരെ. അത്ര മോശമായ മാപ്പിളാരുണ്ട്, ഇല്ലേ? ഞാൻ നിങ്ങളല്ല കേട്ടോ പറയുന്നത്, മാപ്പിളാരിലുണ്ട്.
നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ കൃപ കൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരാൻ ഭാഗ്യം ലഭിച്ചവരാണ്. വിശുദ്ധ ഖുർആൻ എന്താണെന്ന് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു 3/4 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. 38 കൊല്ലമായിട്ട് ഈ മിമ്പറിന് മുകളിൽ ഞാൻ തന്നെ കയറാൻ തുടങ്ങിയിട്ട് 38 കൊല്ലമായി. ഈ പള്ളി ഉണ്ടായിട്ട് 100-ലധികം വർഷമായി, അല്ലേ? 100-ലധികം വർഷമായി ഈ പള്ളി ഉണ്ടായിട്ട്. 38 കൊല്ലത്തോളം അതിൽ ഞാനാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഞാനും ഭാഗ്യവാനാണ്. കാരണം നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് അള്ളാഹു ആരോഗ്യവും അതിനുള്ള അവസരവും റബ്ബ് തന്നു, അല്ലേ? കേൾക്കാൻ നിങ്ങൾക്കും. അതിലിടയ്ക്ക് ചിലപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ ചിലർക്ക് പ്രയാസം ഉണ്ടാക്കും. ആ പ്രയാസം നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചാളി. നിങ്ങളെ കൽബിൽ അള്ളാഹിൻ്റെ ദീൻ വരാനുള്ള പൂതി കൊണ്ട് പറയുന്നില്ല. മലയാള ഭാഷ നന്നാക്കാൻ അറിയായിട്ടല്ല. മലയാള ഭാഷ നന്നാക്കി നിങ്ങൾ നന്നാവില്ല. മലയാള ഭാഷ എനിക്കറിയാം, ഇങ്ങനെ അല്ലാണ്ട് പറയാം കേട്ടോ. അപ്പം തൽക്കാലം ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് റബ്ബി ജേൽനി മുക്കീമസലാത്ത്. അപ്പോൾ ഒരു മാതാപിതാക്കളാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്? നിസ്കാരം നിലനിർത്തേണ്ടത് ഉണ്ടോ? ഉമിൻ ദുരിയത്തി, എൻ്റെ മക്കളിൽ നിന്നും അങ്ങനെയുള്ള ഉണ്ടാക്കണം. റബ്ബന തക്കബൽ ദുആ, പടച്ചോൻ എൻ്റെ പ്രാർത്ഥന, ഞങ്ങളുടെ പ്രാർത്ഥന നീ കബൂലാക്കണേ. ആണ്ടകൾ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുക, ഖലീലുള്ളാഹി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നും എന്താ ഇബ്രാഹിം നബിയുടെ കാലത്ത് നിസ്കാരം ഉണ്ടല്ലോ, ആ നിസ്കാരം നിലനിർത്തുന്നവരാക്കണം എന്നാ. നിങ്ങളാരെയും പ്രാർത്ഥിച്ചു കാലം വരെ നമസ്കാരം നിലനിർത്തുന്ന മക്കളും ഞാനും എൻ്റെ കുടുംബമൊക്കെ നിസ്കാരം നിലനിർത്തുന്നല്ല. നമുക്ക് നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളൊരു മുഖം ആടിക്കണ്ടാൽ അപ്പോഴേക്കും എല്ലാം ബ്ലഡിൻ്റെ കൗണ്ട് കുറവുണ്ടല്ലോ, ചുണ്ടൊക്കെ വളർത്തുന്നല്ലോ, അല്ലേ? നിസ്കരിക്കാൻ നമ്മൾ ആരെയും പറയോ? ഇല്ല. അത് നമുക്ക് വിഷയമല്ല. കാരണം ഇവർ കേട് വന്ന് ലഹരിക്കടിമപ്പെടുമ്പോഴാണ് മൗലവി എൻ്റെ മോൻ ഞാൻ പറഞ്ഞാൽ കേൾക്കണില്ല. ഇന്നലെ ഞാൻ ഓൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റ് കൈയിട്ട് നോക്കുമ്പോൾ ഓൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ MDMൻ്റെ പൊടിയുണ്ട്. നമ്മളെന്താക്കണം? MDMൻ്റെ പൊടിയിലേക്ക് നിങ്ങൾ എത്തിച്ചാ ഓൻ വെറുതെ എത്തിയല്ല, ഓന് നിങ്ങൾ അള്ളാനെ പരിചയപ്പെടുത്തിയില്ല. നോക്കൂ, നിങ്ങൾ ഒരു പിതാവ് മകനോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോധവൽക്കരണമുണ്ട്. നമുക്കറിയാം, ബോധവൽക്കരണം നടത്തിയ ലുഖ്മാൻ ഹക്കീം തൻ്റെ മകനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അറിയോ? ഈ കാര്യം നമ്മളെ മക്കളോട് പറയുകയാണെങ്കിൽ എന്താ ഉണ്ടാകുക അറിയോ? ഒരിക്കലും മക്കൾ തെറ്റിയില്ല. ഇത് പഠിപ്പിച്ചാൽ ചെറുപ്പത്തിൽ പഠിപ്പിക്കണം കേട്ടോ. ചെറുപ്പത്തിൽ പഠിപ്പിക്കുക പറഞ്ഞാൽ ഏത് സമയത്ത് ഇവിടൊക്കെ നമ്മൾ പഠിപ്പിക്കൽ അങ്ങനെ 5 വയസ്സായ മഹർച്ച കൊണ്ടാക്കും, അല്ലേ? എന്നിട്ടോ ഒരു 12 വയസ്സാകുമ്പോൾ ഈ കുട്ടി മദ്രസ പഠനം നിർത്തി, ഇനി പഠനമില്ല. ആ സമയത്ത് തുന്നിയതൊക്കെ ഒരു ഓർമ്മക്കുറിപ്പായിട്ട് അവിടെ കെടുക്കും. മൈസ്കാരൊക്കെ പഠിപ്പിച്ചു തന്നാൽ ശരിക്കും എപ്പോഴാണ് ദീൻ പഠിക്കേണ്ടത്? ടീനേജിലാണ്. ഏത് പ്രായം? 13, 14, 15, 16, 17, 18, 19 അതുവരെയാണ് എന്ത് ചെയ്യേണ്ടത്? ദീൻ പഠിപ്പിക്കേണ്ടത്. ആ ടീനേജ് പ്രായത്തിലാണ് 19 വയസ്സ് വരെ ടീന്ന് പൊട്ടുന്ന കാലം. ഓനെ പിടിച്ചാൽ കിട്ടൂല. ആ സമയത്താണ് ദീൻ പഠിപ്പിക്കേണ്ടത്. നമ്മൾ പഠിപ്പിക്കലോ 5-ാം ക്ലാസ്സിൽ 5 വയസ്സാവുമ്പോൾ മഹർച്ച കൊണ്ടാക്കും. മഹർച്ച കൊണ്ടാക്കുന്നത് എന്തിനറിയോ? നാട്ടിലൊരു മാപ്പിളയെന്നറിയാൻ, ഞാനൊരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആളാണെന്നറിയാൻ വേണ്ട, അല്ലാണ്ട് കുട്ടി നന്നാവാനൊന്നല്ല. അത് മാത്രമല്ല, എൻ്റെ കുട്ടിക്ക് സ്കൂളുണ്ട്, അത് നിങ്ങൾ ആദ്യം അറിയണം. എൻ്റെ കുട്ടി സ്കൂൾ പഠിക്കണ്ട. ദീൻ പഠിക്കുന്നോടത്ത് ഭൗതികമായ പഠനത്തിനയക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്? എന്ത് രക്ഷിതാക്കൾ, അല്ലേ? മര്യാദക്ക് ദീൻ പഠിച്ചുകൊടുക്കേ. പ്രാധാന്യമില്ലാത്തോടെ അതല്ലേ റസൂല പറഞ്ഞത്? ലോകം അവസാനിക്കാനാവുമ്പം ഒത്തഅല്ലുമുലി ഗൈരിദ്ദീൻ, മതപരമല്ലാത്ത അറിവിന് മുസ്ലിങ്ങൾക്കിടയിൽ വലിയ പ്രാധാന്യം വരും. മതത്തേക്കാൾ വലിയ പ്രാധാന്യം. ഭൗതിക വിദ്യാഭ്യാസം നേടണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ല, നേടണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയില്ലേ സുഹൃത്ത് ഓഷിയൽ അല്ലാഹ് എന്താ പറഞ്ഞത്? അഫലാ യൻളുറൂന ഇലൽ ലിബിലി കൈഫ ഖുലിഖത്, അല്ലേ? എന്താ അർത്ഥം? അഫലാ യൻളുറൂൻ, മനുഷ്യരെ നിങ്ങൾ നോക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ? ഇലൽ ലിബിലി, ഒട്ടകത്തെക്കുറിച്ച്. ഒട്ടകം വല്ലാത്തൊരു ജീവശാസ്ത്ര ജീവിയാണ്, അല്ലേ? മാസങ്ങളോളമുള്ള ഭക്ഷണവും വെള്ളവും സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയോടുകൂടിയാണ് അള്ളാഹു ആ ജീവിയെ സൃഷ്ടിച്ചത്. അതിൻ്റെ ബയോളജി പഠിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആ ബയോളജി പഠിക്കേണ്ടെന്ന് ഖുർആൻ പറയുന്നില്ല. അഫലാ യൻളുറൂന ഇലൽ ലിബിലി കൈഫ ഖുലിഖത്, അത് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടേണ്ടത് പഠിക്കാൻ പറയാം. ബയോളജി വേണമെന്ന് പറഞ്ഞത്. പക്ഷെ ബയോളജി അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ദീൻ അങ്ങോട്ട് ഒഴിവാക്കി പഠിപ്പിച്ചാൽ നിങ്ങളെ കുട്ടി എന്താവുമെന്ന് പറയാൻ കഴിയില്ല. മുമ്പ് ഒരു വലിയ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം 10 മക്കളെ ദത്തെടുത്തു. 10 മക്കളെയും 10 ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ചു പോറ്റാൻ വേണ്ടി. ഒരു മോനെ ഏൽപ്പിച്ചത് ഡോക്ടറുടെ കയ്യിലാണ്, വേറൊരു മോനെ ഏൽപ്പിച്ചത് ഒരു കർഷകൻ്റെ കയ്യിലാണ്, വേറൊരു കുട്ടിയെ പോറ്റാൻ ഏൽപ്പിച്ചത് ഒരു പണ്ഡിതൻ്റെ കയ്യിലാണ്. ഇങ്ങനെ ഓരോ മക്കളെയും
അവസാനം ആ കുട്ടികൾ വളർന്നു വന്നപ്പോൾ ഈ പറഞ്ഞ രൂപത്തിലായി. നിങ്ങൾ നോക്കേണ്ടി ഇവിടെയുള്ള ഡോക്ടർമാരുടെ മക്കളൊക്കെ മിക്കവാറും എന്തായിരിക്കും, ഒരു 90% ഡോക്ടറാവും അല്ലേ? ഒരു വൈദ്യരുടെ മക്കളാണെങ്കിലോ 90% വൈദ്യരാവും. ഒരു പണ്ഡിതൻ്റെ മക്കളാണെങ്കിലോ, ഇപ്പം പണ്ഡിതന്മാരുടെ മക്കളും മോശമാണ്, ഓർക്കും ദീ വേണ്ട. കാരണം ഓൻ തന്നെ ദീമ കുടുങ്ങി കുതിരിക്കുക. ഇനിയിപ്പോൾ എൻ്റെ മോനും കൂടി അതിലേക്ക് ഇറക്കണ്ട, എൻ്റെ മോൻ ശാസ്ത്രജ്ഞനാവണം, ഓൻ വക്കീലാവണം, അതിലാണ് നമ്മളെ അഭിമാനം അല്ലേ? എന്താപ്പം അതിനൊക്കെ പറയാം. ഇതൊക്കെ കഴിഞ്ഞാലോ നിങ്ങൾക്കറിയില്ലേ, ഇമാം ഗസാലിയൊക്കെ പ്രാർത്ഥിച്ച എന്താ അറിയോ, ഒരു മകനെ വേണമെന്നാണ്. അഹമ്മദ് ഗസാലിൻ്റെ ഉപ്പാൻ്റെ പേരാ അഹമ്മദ് അല്ലേ? അദ്ദേഹം പ്രാർത്ഥിച്ചെന്താ അറിയോ, ഒരു പണ്ഡിതനായ മകനെ. പ്രാർത്ഥിച്ച ഇമാം ഗസാലി ആരായി? ലോകത്തെ ഏറ്റവും വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനായില്ലേ? അല്ല കൊടുത്തില്ലേ ഇമാം ഗസാലിനെ? മാതാപിതാക്കളുടെ പ്രാർത്ഥന അല്ല കബൂലാക്കും, അതുകൊണ്ട് സൂക്ഷിക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പം നമ്മളെ മക്കളെ നമ്മൾ ഒരു ടീനേജ് പ്രായത്തിൽ, ഞാൻ പറഞ്ഞ പ്രായമില്ലേ, 13, 14, 15, 90 വരെയുള്ള പ്രായം, ആ പ്രായത്തിൽ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട തെർബിയത്ത് എന്താ അറിയോ? യാ ബുനയ്യ ഇന്നഹാ ഇൻ തക്കു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, എൻ്റെ പൊന്നാര മോനെ, നീ കടുക് മണി തൂക്കം നന്മ ചെയ്താലും തിന്മ ചെയ്താലും, ഫത്തക്കുൻ ഫി സഹ്റത്തിന്, അതൊരു മലമടക്കിൽ വെച്ച്, ആരാരും കാണാത്തൊരു മലമടക്കിൽ വെച്ച്, അല്ലെങ്കിലോ ഔഫി സമാവാത്ത്, അല്ലെങ്കിൽ ആകാശത്ത് വെച്ച്, ഔഫില്ലാർ, അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലും വെച്ച് നീ ചെയ്താലും, ഖൈറായാലും ഷറായാലും, എഴുത്തി ബിഹല്ലാ, അത് അള്ളാഹു പരലോകത്ത് കൊണ്ടുവരും മോനെ. ഈ അറിവെങ്ങാനും കിട്ടിയങ്ങൾ ആലോചിച്ച് നോക്കൂ. മാതാപിതാക്കളുടെ അഭാവത്തിൽ മക്കൾ തെറ്റ് ചെയ്യുമോ? ചെയ്യൂല. കാരണം എന്താ, ഈ കുട്ടി പഠിച്ചിന് എന്ത്. ഇപ്പം നമ്മളെ മക്കളൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടാക്കുന്നത് ബാംഗ്ലൂർ, ഡൽഹി അല്ലേ, മദ്രാസിൽ ഒക്കെയാണ്. അപ്പം മാതാപിതാക്കളുടെ അഭാവത്തിലാണ്, പിന്നെ അവൻ ആരും കാണാനില്ല. അപ്പോഴോ അവിടെയാണ് വിശുദ്ധ ഖുർആന്റെ ഈ സന്ദേശം. എന്താ പറഞ്ഞത്? ഇന്നഹാ ഇൻ തക്കു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുക് മണി തൂക്കം നന്മ ചെയ്താലും തിന്മ ചെയ്താലും, യഅ്തി ബിഹല്ലാ, അത് അല്ലാഹു പരലോകത്ത് കൊണ്ടുവരും മോനെ. എന്നിട്ട് പറയാ, ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, നിന്റെ ഓരോ സെക്കൻഡുകളും സൂക്ഷ്മമായി അറിഞ്ഞാനല്ല, മറന്നുകൊണ്ട. ഇതൊന്നും നിങ്ങളെ കുട്ടം പഠിപ്പിച്ചു നോക്കിയാണ്. ആര്? രക്ഷിതാവ്. അതിന് രക്ഷിതാവ് പഠിക്കേണ്ടത്. രക്ഷിതാവ് തന്നെ അങ്ങനെ. ഇവിടുന്ന് വണ്ടി കയറിയാൽ കണ്ടിട്ടുണ്ട്, ട്രെയിനിലൊക്കെ കയറിയാൽ, ഡൽഹി ബോംബെ ഒക്കെ പോകുന്ന വണ്ടിയില്ലേ, അതിലാണ്ട് കയറിയാൽ കാണാം നമ്മളെ പല രക്ഷിതാക്കളും. സാധനം പർച്ചേസ് ചെയ്യാൻ പോവുക, ഒരു അതിനായിട്ട് ഒരു ടൗസർ വാങ്ങും ട്രെയിനിനുണ്ടായി. ഞാൻ കാണുന്നതാ. ഇന്നിങ്ങോട്ട് കണ്ടാൽ കാണാൻ വേറെ കമ്പാർട്ട്മെന്റിലേക്ക് പോകണം. ഓരിങ്ങനെ നടന്നു പോകുമായിരിക്കും, അതിലിടക്കാക്കി ഇന്നെ കാണുക. ട്രെയിനിലിങ്ങനെ നടക്കുമല്ലോ. അപ്പോൾ ഒരു കണ്ട ടൗസർ ആയിട്ട് വരിക, വല്ല മിലിറ്ററിക്കാരൊക്കെ ടൗസർ പോലത്തെ. ഇത് കണ്ടാണല്ലോ ഈ കുട്ടി പഠിക്കുന്നത്. പിന്നെ ഓന അതിന് ചേർത്ത ചെറിയ ടൗസറിലിടുക. എന്നിട്ടോ ടൗസറിൽ വീണ് MDMA കയറ്റിയാലോ, മൗലവി വളരെ മോശമാണ്, എൻ്റെ മോന് അപകടത്തിൽ നിന്ന് അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൗൺസിലിംഗ് ഒരു കച്ചവടമാണല്ലോ. അപ്പോൾ കൗൺസിലിംഗ് ഇപ്പോൾ കച്ചവട, നല്ല കച്ചവട, നല്ല പൈസയാണ്, നല്ല വരുമാനമാണ് കൗൺസിലിംഗ് ചെയ്യുന്നവർക്ക്. MSW എന്തേ കഴിഞ്ഞിട്ടുണ്ടാവും. MSW പഠിച്ചാലും എന്ത് പഠിച്ചാലും കൗൺസിലിംഗ് ചെയ്യുന്നവന് കാര്യം പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്തിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഉൾക്കൊള്ളും. അതിനെന്ത് വേണം? തെർബിയത്ത് വേണം. പിതാവ് മുറബി ആയിരിക്കണം. മുറബി എന്താ? ട്രെയിനർ. തെർബിയത്ത് പറഞ്ഞാൽ ട്രെയിനിങ് കൊടുക്കുന്ന മുറബി ആയിരിക്കണം ആര്? മാതാപിതാക്കൾ. അതിന് മാതാപിതാക്കൾ ആദ്യം എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധാപൂർവ്വം ജീവിക്കണം കേട്ടോ. അതിനെന്ത് വേണം? കുട്ടി മാതാപിതാക്കളുടെ അഭാവത്തിൽ ആരുടെയും, ഇപ്പം നിങ്ങൾ ആലോചിച്ചു, മംഗലാപുരം ഡൽഹിയൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളൊക്കെ ഇപ്പം എന്താ നിങ്ങൾ പറഞ്ഞത്? ക്ലാസ് കട്ട് ചെയ്തങ്ങനെ നടക്കുക. ഞാൻ കോളേജിൻ്റെ പേരൊന്നും പറയുന്നില്ല, ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇവിടെ വേണ്ട. ഈ പാളയത്ത് നിങ്ങൾ രാത്രി ബസ് കയറ്റി വിടുന്നില്ല നിങ്ങളെ മക്കളെ? രാത്രി ഒന്ന് പോയി നോക്കേണ്ടി ആ ബസ്സിൻ്റെ അവിടെ ആരാണ് ഓളെ കൂടെ ഇരിക്കുന്നത്, ആരാണ് ഓൻ്റെ കൂടെ ഇരിക്കുന്നത്. നിങ്ങളവിടെ കൊണ്ട് ഇറക്കി കൊടുത്ത് അവിടുന്ന് വേണമെങ്കിൽ ഒരു ദോശയും വാങ്ങിക്കൊടുത്ത് ബസ്സിലാണ്ട് കയറ്റി അല്ലേ, നിങ്ങളെ പണി കഴിഞ്ഞില്ലേ? നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചോളി. വലിയ ബുദ്ധിമുട്ടിലേക്കായി പോകുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലാണ്ട് റസൂൽ അതാ പറഞ്ഞേ. എന്താ പറഞ്ഞ അറിയോ? അൽ ഇമാമു റായിൻ, ലോക ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ ആദ്യം അതാ പറഞ്ഞത്. അവർ ഉത്തരവാദിത്തമുള്ളവരാണ്. അൽ ഇമാമു റായിൻ, റാണ് ഉത്തരവാദിത്തമുള്ളവരാണ്. ഉഹു മസ്ഊലുൻ റഅയ്യത്തി, ആ ഭരണാധികാരി ഇവിടുത്തെ പ്രജകളെ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാതെ
അവരങ്ങനെ സുഖമായി ജീവിച്ചാൽ മസ്ഊലുൻ റഅയ്യത്തി, പ്രജകളെക്കുറിച്ച് നാളെ ചോദ്യമുണ്ട് കേട്ടോ. പ്രജകളെ നിങ്ങൾ എന്തുകൊണ്ട് വഞ്ചിച്ചു? നിങ്ങൾ വിചാരിക്കുന്നത് ഇവരൊക്കെ നേതാക്കന്മാരെ മറുപടി പറയണം മയ്യത്തായിട്ട് പോകുമ്പോൾ കേട്ടോ. പിന്നെ റജുലു റായിൻ ഫി അഹ്ലി, പുരുഷൻ അവൻ ഉത്തരവാദിത്തമുള്ളവനാണ് ഫി അഹ്ലി, അവൻ്റെ കുടുംബത്ത്. ഊഹു മസ്ഊലുൻ റഅയ്യത്തി, അവൻ അവൻ്റെ പ്രജകളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ആരാ അവൻ്റെ പ്രജകൾ? ഭാര്യയും അവൻ്റെ മക്കളും. അവൻ്റെ ഭാര്യയും മക്കൾ നിസ്കരിക്കാണ്ടെന്ന് നമ്മോട് ചോദ്യം ചെയ്യും. പെണ്ണ് കെട്ടിയിട്ട് കൂടെ കിടന്നാൽ പോരാ. തലവേന എടുക്കണ്ടോ കേട്ടിട്ട്? മയ്യത്താണ്ട് പോകുന്നത് എന്തിനാ അറിയാം? മറുപടി അറിയാനാ, മറക്കണ്ട കേട്ടോ. വൽ മർഅത്തു, ഭാര്യ പെണ്ണ്, റായിയത്തുൻ, അവളും ഉത്തരവാദിത്തമുള്ള ആളാ. അല്ല ബൈത്തി സൗജിയ, ഭർത്താവിൻ്റെ വീട്ടിൽ. വലദിഹ, അവളുടെ മക്കളുടെ കാര്യത്തിൽ. അപ്പം മക്കളുടെ കാര്യത്തിൽ ഉമ്മയും പറയണം മാപ്പിയും പറയണം, മറുപടി പറയണം. വൽ ഖാദിം, ആരും വിട്ടിട്ടില്ല റസൂലുള്ളാഹി. വൽ ഖാദിം, വേലക്കാരൻ, റായിൻ, അവൻ ഉത്തരവാദിത്തമുള്ളവനാ. ഉഹു മസ്ഊലുൻ, അവനും ചോദ്യം ചെയ്യപ്പെടും. എന്തിനെപ്പറ്റി? അൻ മാലി സയ്യിദി, തൻ്റെ ഉടമസ്ഥൻ്റെ സമ്പത്ത് ഏതെങ്കിലും വിധത്തിൽ നശിപ്പിച്ചിട്ട് അതിന് മറുപടി പറയണം. വേലക്കാരനും പറഞ്ഞു മറുപടി. എന്നിട്ട് റസൂലുള്ളാഹി പറയാം, അദ്ദിബ് ഇബ്നക, നിന്റെ മകനെ നീ സംസ്കാരം പഠിപ്പിക്കണം. ഫൈനക്ക മസ്ഊലുൻ അൻ വലദിക, നിന്റെ മക്കളുടെ കാര്യത്തിൽ നീ ചോദ്യം ചെയ്യപ്പെടും. മക്കൾ കീടെന്നാലേ ഞാനൊന്നും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് 13 മുതൽ 90 വരെയുള്ള ആ ടീനേജ് പ്രായത്തിൽ നിങ്ങൾക്ക് മക്കൾക്ക് സംസ്കാരം പഠിപ്പിക്കണം. അതിന് നിങ്ങൾക്ക് ആ സംസ്കാരം ഉണ്ടാവണം കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് അതിന് മറുപടി പറയണം. എന്താ ചോദ്യം എന്നറിയോ? പിതാവിനോടും മാതാവിനോടും, മാതാ അദ്ദബ്തഹു, നീ എന്താണ് അവനക്ക് അദബ് നൽകിയത്? നിന്റെ മോൻക്ക് നീ എന്ത് അദബാ നൽകിയത്? ഇവിടെ കല്യാണം കഴിക്കലും കല്യാണത്തിന് ചണ്ടൊട്ടലും ഒക്കെ നല്ല ഉഷാറാ, ബിരിയാണി കൊടുക്കലും ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കുട്ടികളെ ഉണ്ടാവും. അതിനെ സംസ്കാരം പഠിപ്പിക്കാണ്ടെന്നാൽ മറുപടി പറഞ്ഞു. മാതാ അദ്ദബ്തഹു, നീ എന്ത് അദബാ കൊടുത്തത്? മാതാ അല്ലംതഹു, നീ എന്ത് പഠിപ്പിച്ചു? ഖുർആനും ഹദീസും എന്ത് പഠിപ്പിച്ചു? ബയോളജി പഠിപ്പിച്ചോ, സുവോളജി പഠിപ്പിച്ചോ, കെമിസ്ട്രി പഠിപ്പിച്ചോ എന്നല്ല, എന്ത് പഠിപ്പിച്ചു? അള്ളാഹിൻ്റെ ദീന്. മറുപടി വരണം. അതുകൊണ്ട് സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല ഉത്തരവാദിത്തത്തോടുകൂടി ജീവിച്ച് ഉത്തരവാദിത്തത്തോടെ അള്ളാഹിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മരിച്ചു പിരിയാൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകളും അർഹമുറാഹിമിനായ റബ്ബ് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ ഖൽഖി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത്, ഊസിക്കും ഇബാദല്ലാഹ് വനഫ്സി ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കേൾക്കുകയും അവ ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാസന്മാരായിത്തീരാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ റസൂലിൻ്റെ വാഹനത്തിൻ്റെ പിന്നിൽ കയറി യാത്ര ചെയ്യാൻ. വാഹനത്തിൻ്റെ പിന്നിൽ റസൂലുള്ളാഹിൻ്റെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് 12-13 വയസ്സാണ് ആകെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ 12 വയസ്സോ 13 വയസ്സോ ഉള്ളത്. അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ആ യാത്ര ചെയ്ത കുട്ടി തന്നെ പറയാം, കുൻതു ഖൽഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഞാനൊരു ദിവസം റസൂലുള്ളാഹിൻ്റെ പിന്നിൽ യാത്ര ചെയ്യാൻ. ഫഖാല, അപ്പം നബി എന്നോട് പറഞ്ഞു, നോക്കണം നിങ്ങൾ തെർബിയത്ത്, മുറബി ഉണ്ടോ, ട്രെയിനിങ് കൊടുക്കുക കുട്ടിക്ക്. ഫഖാല ഇഹ്ഫളില്ലാ, മോനെ നീ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചോട്ടോ. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക, ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിച്ചു. ഇഹ്ഫളില്ലാ യഹ്ഫളുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നീ ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിച്ചാൽ ഏത് അപകടത്തിൽ നീ പെട്ടാലും അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഏത് ബുദ്ധിമുട്ടും നിന്നെ തേടി വന്നാലും നിന്നെ അതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. അങ്ങനെയുണ്ട് ഉപദേശം, തെർബിയത്താനുണ്ട്. ഒന്നാമത്തെ ഉത്ഭവം. 2, ഇഹ്ഫളില്ല, നീ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ച മോനെ, തജിദുഹു തുജാഹക്, നിന്റെ മുമ്പിൽ നിനക്ക് നിന്റെ റബ്ബിനെ കാണാൻ കഴിയും. നിന്റെ മുമ്പിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിന്റെ മുമ്പിൽ നിന്റെ റബ്ബ് ഉണ്ടാവും, നീ അള്ളാഹിനെ സൂക്ഷിച്ചാൽ. പലതരം പ്രതിസന്ധികൾ നിന്നെ തേടി വരും, പക്ഷെ അതൊക്കെ അള്ളാഹ് മുമ്പിൽ വന്ന് നിന്ന്, അങ്ങനെ പറയല്ലേ, ഞാൻ രക്ഷപ്പെടാൻ കാരണം റബ്ബ് ഇടപെട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ദുആ കൊണ്ട്. ഞാൻ തന്നെ പറയാറുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ദുആ കൊണ്ട്. അതാണ് റബ്ബ് മുഖാമുഖം വന്ന് നിൽക്കും.
നിങ്ങൾക്കറിയാം ഒരുപാട് പ്രയാസങ്ങൾ മനുഷ്യന്മാർ അനുഭവിക്കുന്ന കാലമാണ്. അപ്പോൾ അതിനൊക്കെയുള്ള പ്രതിവിധിയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങുക. മനസ്സിലായി? അല്ലാണ്ട് ഭൗതികതയിലേക്കല്ല. പ്രായം കൂടുന്നതിനനുസരിച്ച് ചില ആളുകൾ എൻ്റെ റബ്ബെ ടൗസർ വാങ്ങി നടക്കുക, നടക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ സ്കൂട്ടറിന് പോലും ചെറിയ ടൗസറിനല്ല. എന്താണോ എന്താ പോലോടൊക്കെ പറയുക? ഓല് മരിക്കാണ്ടൊക്കെ പായ എക്സസൈസ് മരിക്കാണ്ടൊക്കെ നടക്കുമോ? ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു, നീ ഓടുന്ന അതിനേക്കാൾ സ്പീഡിൽ നിന്റെ മരണം നിന്റെ പിന്നാലെ ഓടുന്നുണ്ട്. ഫൈന്നഹു മുലാഖീക്കും, അത് നിന്നെ പിടികൂടും. ഉണ്ടോ? സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, നിന്റെ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിലേക്കാണ് നിന്റെ റൂഹിനെ അല്ലാഹ് മലക്കുകൾ കൊണ്ടുപോവുക. മറന്നോണ്ട. അപ്പം ഓടണ്ട എന്നോ എക്സസൈസ് എടുക്കണ്ടെന്നോ അല്ല ഞാൻ പറഞ്ഞത്. പകരം അത് എന്തിനാണ്? മരിക്കാണ്ടക്കാനാണോ? നടക്കൂല, മരിക്കും. നടന്നു പോകുന്ന സമയത്ത് കണ്ടില്ലെങ്കിൽ നല്ല ആരോഗ്യവാന്മാർ ചിലരൊക്കെ അങ്ങനെ ഓടുന്നതിലടുക്കുകയാണ്. ടിപ്പർ ലോറി ഓനേക്കാൾ സ്പീഡിൽ വന്നിട്ട് അടിച്ചാണ്ട് കൊണ്ടുപോകും. എത്രയോ ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ചു നടക്കാൻ പോയപ്പം. അല്ലേ? കേൾക്കല്ലേ? ആണും പെണ്ണും ആരോഗ്യം ഉണ്ടാവണം. എന്തിനാ? അള്ളാഹിനോട് എടുക്കാനല്ല, ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യമല്ല ഓനക്ക് വേണ്ടത്. ഓനക്ക് വേണ്ടത് കളിക്കാനാണ്. കളിയൊക്കെ നിന്നിങ്ങനെ. ഇനിയിപ്പം കളിക്കണമെങ്കിൽ എന്തുവേണം? എക്സസൈസ് വേണം. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങളെ തലയിലേക്ക് കയറുണ്ടാവുമല്ലോ അല്ലേ? ഈ നിലക്ക് നമ്മൾ നമ്മളെ മക്കളെയും നമ്മുടെ ഭാര്യനെയും നമ്മുടെ കുടുംബത്തിനെയൊക്കെ ഒന്ന് സജ്ജീകരിച്ച് കൊണ്ടുവന്നിട്ട് മരിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പം നമുക്ക് റബ്ബിനോട് മറുപടി ചെയ്യാൻ വല്ലാണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നബി എന്താ പറഞ്ഞു കൊടുക്കുന്നത്? നീ അള്ളാഹിനെ സൂചിച്ച് ജീവിച്ച മോനെ, തജിദുഹു തുജാഹക്, കൺമുമ്പിൽ റബ്ബിനെ കാണാൻ കഴിയും. എന്നിട്ടോ അടുത്ത ഉപദേശം, ട്രെയിനിങ് കൊടുക്കുക ഈ 13 വയസ്സായ കുട്ടിക്ക്. ഇദാ സഅൽത ഫസ്അലില്ല, ജീവിതത്തിൽ എന്തെങ്കിലും ചോദിക്കേണ്ടി വന്നാൽ നീ അള്ളാഹിനോട് ചോദിക്കണം. ഉണ്ടാവും. ഇബ്നു അബ്ബാസ് ചോദിച്ചില്ല, അള്ളാഹിന്റെ റസൂലെ ഞാൻ എൻ്റെ അമ്മനോട് ചോദിക്കലില്ലേ, ഡോക്ടറോട് ചോദിക്കലില്ലേ, അതൊക്കെ നീ പെടുമെന്ന് ചോദിച്ചില്ല. കാരണം ആ ചോദ്യം എല്ലാ റസൂലിലൂടെ പഠിപ്പിക്കുന്നത്. അത് ഈ മുസ്ലിയാക്കന്മാർ ആളുകളെ രസിപ്പിച്ചാക്കാൻ പറയില്ല. അങ്ങനെ നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. ഇബ്നു അബ്ബാസ് ചോദിച്ചില്ല, ഞാൻ എൻ്റെ അമ്മാനോട് ചോദിക്കലില്ലേ, ഡോക്ടറോട് ചോദിക്കലില്ലേ, വക്കീലിനോട് പറയലില്ലേ, സംസാരിക്കില്ലേ എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? അതല്ല റസൂലുള്ള പറയുന്നത്. ഇബ്നു അബ്ബാസ് ഉള്ളതിനെ അറിയാം. വയസ്സ് 13 ആണെങ്കിലും. കേട്ടോ, നമ്മളാണെങ്കിലോ വൈദാ സഅൽത ഫസ്അലില്ല, ചോദിച്ചാൽ അള്ളാഹിനോട് ചോദിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരനോട് പൈസ കടഞ്ഞു ചോദിക്കാൻ പറ്റുമോ? അതാണ് ഇവിടെ പറഞ്ഞ് അല്ല. നമ്മളുടെ ബുദ്ധിക്കും നമ്മളുടെ കഴിവിൻ്റെയൊക്കെ അപ്പുറമുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. വൈദാ സഅൽത ഫസ്അലില്ല, വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, സഹായം ചോദിക്കുകയാണെങ്കിൽ റബ്ബിനോട് ചോദിക്കണം. കേട്ടോ, എന്നിട്ട് പറയാം. റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുട്ടിക്കാണ് പഠിപ്പിക്കുന്നത്. നമ്മളാണ് എന്ത് പറയും? ഇത്ര ചെറിയ കുട്ടീനോട് ഇങ്ങനത്തെ കാര്യമൊക്കെ പറയല്? ഒക്കെ കുട്ടിക്ക് താങ്ങാൻ കഴിയുമോ? കുട്ടിക്ക് അത് താങ്ങാൻ കഴിയില്ല, അങ്ങേപ്പുറം താങ്ങാൻ കഴിയും അല്ലേ? റസൂലുള്ള പറയാം, അത് പഠിപ്പിച്ചു കൊടുത്തിട്ട് പറയാം. പിന്നെ വഅലം, മോനെ നീ മനസ്സിലാക്കണം, അന്നൽ ഉമ്മത്ത ലൗ ഇജ്തമഅത അലാ അൻ യൻഫഉക, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ചാൽ, അലാ അൻ യൻഫഉക ബിശൈഇൻ ലൻ യൻഫഉക, നിനക്ക് ഉപകാരം ചെയ്തു തരാൻ കഴിയൂല. അങ്ങനെ എല്ലാവരും കൂടി ഇപ്പം നമ്മളൊക്കെ ദീൻ ഒഴിവാക്കണ്ട. ദീനും ഉണ്ടായാൽ ഓല് നമ്മളോട് മിണ്ടൂല, ഓല് നമ്മളോട് സഹകരിക്കൂല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദീൻ ഒഴിവാക്കാം അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ വിവാഹത്തിലൊക്കെ നടക്കുന്ന ആർഭാടങ്ങൾക്കെതിരെ പൊരുതാത്ത് എല്ലാവരും ശത്രുക്കളാവും? ഒരാളും ശത്രുവാവില്ല. ആരും ശത്രുവായാലും നടക്കൂല. എത്തിക്കണോ കൽബിൽ? ഈ 13 വയസ്സാരനോടാണ് റസൂൽ അത് പറയണ്ടേ? ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ മുസ്ലിമാണോ? അപ്പോഴോ എന്നിട്ട് പറയാ, ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക്, അള്ളാഹു 50,000 വർഷം മുമ്പ് നിന്റെ പേരിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കും, അല്ലെങ്കിൽ നടക്കൂല. എല്ലാവരും കൂടി ഉപകാരം ചെയ്യാൻ കഴിയൂല. അപ്പം നമുക്കൊരാൾ ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ, സഹായം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഒരു തരാമെന്ന് പറയുന്നത്. തരാമെന്ന് പറഞ്ഞിട്ട് അല്ല എഴുതിയില്ലല്ലോ, കിട്ടൂല. അതവിടെ ചെല്ലുമ്പോൾ പറയും നിങ്ങൾ തരാൻ പറ്റില്ല, നമ്മൾ അന്വേഷണത്തിൽ നിങ്ങളതിന് അർഹനല്ല. തീർന്നില്ലേ? ചിലവരൊക്കെ തരാന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇവിടെ തന്നെ കാണാൻ പള്ളിക്കല്ലേ, ഞാൻ വല്ലൊന്നും പറയുന്നില്ല അല്ലോ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞിരുന്നല്ലോ അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. നിങ്ങൾ അന്വേഷിച്ച് നോക്കി, നിങ്ങൾ അതിന് അർഹനല്ല എന്ന് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് തരാൻ പറ്റില്ല. എന്താ? 50,000 വർഷം മുമ്പേ, ഇപ്പോൾ എഴുതിയല്ല, 50,000 വർഷം മുമ്പ് അല്ല എഴുതിയത് അത്. അതുകൊണ്ട് അതാ നടക്കുന്നത്. വലോ യുത്തമവല യലുറൂക്ക ബിഷയ്, നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ലോകത്തുള്ള എല്ലാവരും കൂടി ഒത്തുകൂടിയാലും ലം യലുറൂക്ക ഇല്ലാ ബിഷയിൻ ഖദ് കതബഹുല്ലാഹു അലൈക്, അള്ളാഹു നിനക്ക് ആ ഉപദ്രവം ഉണ്ടാവണമെന്ന് 50,000 വർഷം മുമ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം മനസ്സിലായോ?
ഇപ്പം ഇവിടെയുള്ള കച്ചവടക്കാർ പറയാ ഓലെല്ലാവരും കൂടിയിട്ട് എൻ്റെ കച്ചവടം പൊളിക്കാൻ ശ്രമിക്കുക, നടക്കൂല. എൻ്റെ കച്ചവടം ഉഷാറാക്കാൻ ശ്രമിക്കുക, നടക്കൂല. ഇത് അള്ളാഹ് എഴുതിയത് നടക്കുകയുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് അള്ളാഹിൻ്റെ ഒരു ഖദർ ഖലാവിനെ വരെ ഈ 13 വയസ്സായ കുട്ടിക്ക് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ചെറുപ്പം മുതലേ മുറബിയായിരിക്കണം, എന്നാലേ ദീനിൽ നിൽക്കാൻ കഴിയും. ഇതൊക്കെ കൊടുക്കാതെ അവസാനം ഈ കുട്ടി കേടുവന്ന് കുത്തുപാടെടുത്തതിന് ശേഷമാണ് കൗൺസിലിംഗ് കൊണ്ട് നടക്കുന്നത്, ആണിനും പെണ്ണിനും അല്ലേ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുന്ന ഒരൊറ്റ കുട്ടി ഇല്ലാണ്ടായില്ലേ കുടുംബത്തിൽ? ഇപ്പം ഇല്ല. നമ്മൾ പറയുന്നത് നിങ്ങൾ ആലോചിക്കുക, എന്തൊരു ഇജ്ജത്തല്ലേ എൻ്റെ മോനല്ലേ എൻ്റെ മോള് ഞാൻ പറഞ്ഞതിൻ്റെ അങ്ങേപ്പറില്ല പഠിച്ചോനെ, വല്ലാത്ത അൽഹംദുലില്ലാ നീ എനിക്ക് തന്നൊരു സമ്മാനമാണ് പഠിച്ചോനെ, അങ്ങനെ പറയാൻ ധൈര്യമുള്ള എത്ര മാതാപിതാക്കളുണ്ട്? ഇല്ല, കഴിഞ്ഞു അല്ലേ ആ കാലമൊക്കെ. ചിലപ്പോൾ ഇന്ത്യങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം അങ്ങനെ അറിയുന്നത് പഠിച്ചോനെ 3 ടെട്ടി കൊണ്ടായാൽ മതിയെന്ന്. കുട്ടികളുള്ളതല്ല പറഞ്ഞത്, ഒരു പ്രാർത്ഥിക്കുന്നുണ്ട്. ഏത്? അല്ലാഹുമ്മ അഹ്ലിക് വലതി, പഠിച്ചോനെ എൻ്റെ മക്കളെ കൊല്ലണേ, നശിപ്പിക്കണേ പഠിച്ചോനെ, എനിക്ക് ഇനി കണ്ണ് കാണാൻ വയ്യ, ഇനി കാണാൻ കഴിയില്ല. പിതാവ് അടിക്കുന്നത് കണ്ടിട്ട് ഉമ്മാർ പറയാറുണ്ട്. പിതാവ് നന്നാക്കാൻ വേണ്ടി ചിലപ്പോൾ അടിക്കും, അത് പിതാവിന് അറിയാത്തതുകൊണ്ടാണ്. അടിച്ചാൽ നന്നാവില്ലാന്നുള്ളത് വേറെ വിഷയമാണ്. അടിച്ചു തന്നാണ് ഞാനും നിങ്ങളൊക്കെ നന്നാവേണ്ടി അല്ലേ. നമ്മളൊക്കെ ബെൽറ്റ് കൊണ്ട് വരെ കിട്ടിയതിൻ്റെയൊക്കെ അടിയിട്ടുമല്ല രക്ഷിതാക്കളുള്ളവർ. ഞാനൊക്കെ എൻ്റെ വാപ്പ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ഉപ്പ മരിക്കുമ്പോൾ എനിക്ക് 2 വയസ്സാണ്. അപ്പോൾ എൻ്റെ ഉപ്പയും ഈ രംഗത്തുള്ളൊരു പണ്ഡിതനായതുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ അങ്ങനെ ആയിണ്ടാകുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാതാപിതാക്കളുടെ പ്രാർത്ഥന വല്ലാത്ത കബൂലാക്കൽ അല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, മക്കൾ എന്താവണം? നല്ലവരായി മാറണം. അപ്പം അതിനെന്ത് വേണം? മാതാപിതാക്കൾ മാതൃകായോഗ്യരായിരിക്കണം കേട്ടോ. അല്ലാതെ നമ്മളെല്ലാ തോന്നിയാസും കണ്ടുകൊണ്ട് മക്കളെ നന്നാക്കാൻ ചോദിച്ചാൽ നടക്കൂല. എല്ലാവരും ഈ മൊബൈൽ ഉണ്ടല്ലോ, അതിൻ്റെ ആപ്പുകൾ, അതിൻ്റെ പേര് തന്നെ പോയി പെടുക ആപ്പിൽ. എത്ര ഭാര്യമാരെ ഭർത്താക്കന്മാർ കൊന്നു, എത്ര ഭാര്യമാർ ഭർത്താക്കന്മാരെ കൊന്നു, എത്ര ആങ്ങളാരെ പെങ്ങന്മാർ കൊന്നു, എത്ര അച്ഛന്മാർ മക്കളെ കൊന്നു. ആലോചിച്ച് നോക്കുള്ളൂ. എത്ര കമിതാക്കൾ എല്ലാം ആവശ്യങ്ങൾ കഴിഞ്ഞ ശേഷം ഒഴിവാക്കി അല്ലേ. കമിതാവോ? അള്ളാൻ്റെ ഇതിനനുസരിച്ച് ജീവിക്കാൻ കഴിയൂല. ഇപ്പം ഒരാണിനും പെണ്ണും കാമല്ല പ്രേമല്ല എന്ന് പറഞ്ഞാൽ ഓനെ ഒന്നിനും കൊള്ളരുതാത്തവനാണ് അല്ലേ. എല്ലാവരും മൊബൈലിലുണ്ടാവും കാമം. വയസ്സായാലും നിൽക്കാത്തവരുണ്ട് ഇല്ലേ. എന്താ പറയപ്പതിനൊക്കെ. അപ്പം അതുകൊണ്ട് നമ്മൾ നന്നായാൽ നമ്മളുടെ കുടുംബം നന്നാവും, നമ്മളുടെ ഭാര്യ നന്നാവും, നമ്മളുടെ മക്കൾ നന്നാവും. ഇതിലിടയ്ക്ക് ഒരുപാട് അപാകതകൾ നമുക്ക് വന്നു പോയിട്ടുണ്ട്. ആ അപാകതകളെല്ലാം റബ്ബ് സുബ്ഹാനഹു തആല പോകുന്നതിന് മുമ്പ് പുറത്തു തന്നുകൊണ്ട് അവൻ തൃപ്തിപ്പെട്ട മയ്യത്തുകളായി ഭൂമിയിൽ നിന്ന് വിട പറയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തിക്കൊത്ത് ജീവിക്കാൻ ശേഷിക്കുന്ന കാലം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ألحقنا مع الصالحين، اللهم ألحقنا مع الصالحين. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم.